ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളാണ് ഫോർട്ടിനെറ്റിൻ്റെ ഫോർട്ടിഗേറ്റ് ഫയർവാൾ. യൂഷ്വലി ഫോർട്ടിഗേറ്റ് ഫയർവാൾ ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്ത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ, അതായത് ഒരു ഫിസിക്കൽ ഫയർവാൾ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ വിർച്വൽ മെഷീനായിട്ട് ഡിപ്ലോയ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചാനലിൽ മെയിനായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫോർട്ടിഗേറ്റ് ഫയർവാൾ ഒരു AWS പ്രോജക്റ്റിൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ്. കാരണം പലപ്പോഴും നിങ്ങൾ ക്ലൗഡിൽ റിയൽ വേൾഡ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഉറപ്പായിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആർക്കിടെക്ചർ ഒരു ഹൈ ലെവൽ പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്നതാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഈ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ആർക്കിടെക്ചറിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ കാണിക്കുന്നത് ഒരു AWS എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ AWSൻ്റെ VPCക്കകത്താണ് ഈ ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ആക്കിയെടുക്കുന്നത്, ഈ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇത് AWSൻ്റെ ഒരു VPC ആണ്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന IP റേഞ്ച് എല്ലാം ഞാനൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനിൽ ഈ വരുന്ന IP അഡ്രസ് റേഞ്ച് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു VPCക്ക് ഞാനിപ്പം റേഞ്ച് കൊടുത്തിരിക്കുന്നത് ഒരു 10.100.0.0/16 റേഞ്ചിലാണ് ഒരു VPC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് AWSൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് സബ്നെറ്റ് പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈവറ്റ് സബ്നെറ്റും പിന്നീടൊന്ന് പബ്ലിക് സബ്നെറ്റും. പബ്ലിക് സബ്നെറ്റിൻ്റെ റേഞ്ച് വന്നിട്ട് 10.100.16.0/24 ആണ്. അതുപോലെ പ്രൈവറ്റിൻ്റെ വന്നിട്ട് 10.100.0.0/24 ആണ്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് സബ്നെറ്റിനും പബ്ലിക് സബ്നെറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ടിംഗ് ടേബിൾസും ഉണ്ട്. കണ്ടില്ലേ, ഇത് പ്രൈവറ്റ് സബ്നെറ്റിൻ്റെ റൂട്ടിംഗ് ടേബിളാണ്, ഇത് പബ്ലിക് സബ്നെറ്റിൻ്റെ. അപ്പോൾ പബ്ലിക് സബ്നെറ്റിൻ്റെ റൂട്ടിംഗ് ടേബിളിൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ലോക്കൽ റൂട്ടിംഗ് ഓൾവേസ് ഉണ്ട്, അത് ബൈ ഡിഫോൾട്ടാണ്. ഞാനിപ്പം ഈ ഒരു സബ്നെറ്റിൻ്റെയോ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. കാരണം നമ്മുടെ AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സെഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഫണ്ടമെൻ്റൽസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ഒരു കോഴ്സ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ എങ്ങനെ നമ്മളൊരു AWS എൻവയോൺമെൻറ്റിൽ സെറ്റപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള ആണ് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് സബ്നെറ്റിനും പബ്ലിക് സബ്നെറ്റിനും കറസ്പോണ്ടിങ് റൂട്ടിംഗ് ടേബിൾസ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് സബ്നെറ്റിൻ്റെ റൂട്ടിംഗ് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇതാണ് പ്രൈവറ്റ് സബ്നെറ്റ്, അതിനകത്തൊരു വെബ് സെർവർ ഉണ്ട്. അതുപോലെ പബ്ലിക് സബ്നെറ്റ് ഇതാണ്, അതിനകത്താണ് നമ്മൾ ഫോർട്ടിഗേറ്റിൻ്റെ ഫയർവാൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിനി ആദ്യം ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസും ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പബ്ലിക് സബ്നെറ്റിനകത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ സിമ്പൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്യാം. കണ്ടില്ലേ, ഇതൊരു ഫോർട്ടിഗേറ്റ് ഫയർവാളാണിത്. അപ്പം ഫോർട്ടിഗേറ്റ് ഫയർവാളിന് മെയിനായിട്ട് രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. ഒന്ന് WAN ഇൻ്റർഫേസ്, അതിലുള്ള എലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ആ ഒരു നമ്മുടെ ഫിസിക്കൽ മെഷീനിലൊക്കെ പറയുകയാണെങ്കിൽ LAN കാർഡ്, നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടി നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന LAN കാർഡ് പോലെ തന്നെയാണ് ഇവിടെ എലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ആ ഒരു പിക്ചർ തന്നെയാണ് ഇവിടെ ആ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പം മെയിനായിട്ട് രണ്ട് ഇൻ്റർഫേസാണുള്ളത്. ഒന്ന് ഈ സൈഡിൽ വരുന്നത് WAN ഇൻ്റർഫേസ്, അവിടെയാണ് നമ്മൾ പുറത്തുനിന്നുള്ള ആക്സസ് വരുന്നത്, പബ്ലിക് API എല്ലാം നമ്മൾ അവിടെ കോൺഫിഗർ ചെയ്യും. ഓക്കെ, പിന്നെ ഒന്ന് LAN ഇൻ്റർഫേസ്, അപ്പോൾ അത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ രണ്ട് ഇൻ്റർഫേസിനാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ നമ്മൾ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒന്ന് WAN ഇൻ്റർഫേസും പിന്നെ ഒന്ന് LAN ഇൻ്റർഫേസും. അപ്പോൾ ഇവിടെ ആ ഒരു രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. പിന്നീട് കൂടാതെ ഒരു ഇൻ്റർഫേസും കൂടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നമ്മൾ ഈ ഒരു ഡെമോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കൂടുതലായിട്ട്. അപ്പം മെയിനായിട്ട് നമുക്കിവിടെ 3 ഇൻ്റർഫേസസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 2 എണ്ണത്തിൽ വേണമെങ്കിൽ നമുക്ക് മിനിമമായിട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ പർപ്പസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വഴിയേ. ഓക്കെ, അപ്പം ഈ ഓരോ ഇൻ്റർഫേസിനും മെയിനായിട്ട്
വാൻ ഇൻ്റർഫേസിനും ലാൻ ഇൻ്റർഫേസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പും ഉണ്ട്. എന്തൊക്കെ പ്രോട്ടോക്കോൾസാണ് അലോ ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെ അലോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ AWSൽ നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഈ രണ്ട് ENAയ്ക്കും വാൻ ഇൻ്റർഫേസിനും ലാൻ ഇൻ്റർഫേസിനും സെപ്പറേറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ആപ്പ് ആക്സസ് ENA എന്ന് പറഞ്ഞ ഇൻ്റർഫേസിന് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് സെപ്പറേറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതുപോലെ ഏതെങ്കിലും ഈ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പിൽ തന്നെ അതും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് പിന്നീട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എത്തുമ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കാതെ ഓരോ സ്റ്റേജസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ പറഞ്ഞു പോകുന്നത്. ഇതാണ് ഈ ഒരു ഫയർവാളും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസസും. അപ്പോൾ ഈ ഒരു വാൻ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് IP അഡ്രസ്സസ് ഉണ്ട് ഈ ഒരു ഇൻ്റർഫേസിന്, വാനിന് തന്നെ. ഒന്ന് ഒരു പ്രൈവറ്റ് IP അഡ്രസ്സ് ഉണ്ട്, പിന്നെ ഒന്ന് ഇത് EIP എന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് എല്ലായിടത്തും എലാസ്റ്റിക് IP അഡ്രസ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് IP അഡ്രസ്സ് AWSൽ നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ആ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. എലാസ്റ്റിക് IP അഡ്രസ്സ് ഒരു പബ്ലിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള IP അഡ്രസ്സാണ്. ഓക്കെ, അത് ചേഞ്ച് ആവില്ല. നമ്മൾ അങ്ങനെ ഒരു എലാസ്റ്റിക് IP അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇൻസ്റ്റൻസിനോ ഒരു ഇൻ്റർഫേസിനോ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ആവാതെ സ്റ്റാറ്റിക്കായിട്ട് നിന്നോളും. അപ്പം നമുക്ക് പുറത്ത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നൊക്കെ ഒരു ഇൻ്റർഫേസിൽ ഇതുപോലെ ഒരു പബ്ലിക് ആക്സസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു സ്റ്റാറ്റിക് IP ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എലാസ്റ്റിക് IP ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വൽ IP അഡ്രസ്സ് കാണിക്കാത്തത് അത് വൺസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു IP അഡ്രസ്സ് അതുപോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുള്ളൂ. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ആക്ച്വൽ IP അഡ്രസ്സായിട്ട് നമുക്കിവിടെ ലാസ്റ്റ് നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് ഫൈനൽ പിക്ചർ കാണിക്കുമ്പോൾ ആർക്കിടെക്ചർ കാണിക്കുമ്പോൾ അവിടെ അത് കാണിക്കാം. ഇപ്പോൾ അത് ജസ്റ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എലാസ്റ്റിക് IPയുടെ EIP എന്നും പറഞ്ഞിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു വാൻ ഇൻ്റർഫേസ് കാർഡിൽ തന്നെ രണ്ട് IP അഡ്രസ്സുണ്ട്. ഒന്ന് പ്രൈവറ്റ് IP അഡ്രസ്സും പിന്നെ ഈ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് പബ്ലിക് IP അഡ്രസ്സും. അതുപോലെ ലാൻ ഇൻ്റർഫേസിൽ ഒരു പ്രൈവറ്റ് IP അഡ്രസ്സാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ അസൈൻ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീടുള്ളത് വാൻ സബ്നെറ്റിനകത്തുള്ള പബ്ലിക് സബ്നെറ്റിനകത്ത് വരുന്നത് പിന്നെ രണ്ട് കമ്പോണൻസ് ഉള്ളത്. ഒന്നൊരു ജെം സെർവറാണ്, പിന്നീടൊന്ന് NAT ഗേറ്റ്വേ ആണ്. ഈ രണ്ടെണ്ണമാണ് വരുന്നത്. അപ്പോൾ ഈ ജെം സെർവർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, പ്രൈവറ്റ് സബ്നെറ്റിനകത്തുള്ളത് ഒരു വെബ് സെർവറാണ്. അപ്പോൾ ഈ വെബ് സെർവറിന് അതിനും ഒരു കറസ്പോണ്ടിങ് ലാൻ ഇൻ്റർഫേസ് ഉണ്ട്, ഒരു ENA ഉണ്ട്, നെറ്റ്വർക്ക് കാർഡുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രൈവറ്റ് IP ആണ് വരുന്നത്, കാരണം ഇത് പ്രൈവറ്റ് സബ്നെറ്റിനകത്തുള്ളതാണ്. പുറത്തുനിന്ന് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഡയറക്റ്റ്ലി ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പ്രൈവറ്റ് IP ആണ്. ഇതിൻ്റെ റൂട്ടിംഗ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, പ്രൈവറ്റ് IP ആണ്. ഇതിൻ്റെ പുറത്തോട്ടുള്ള റൂട്ടിംഗ്, ഇൻ്റർനെറ്റിലോട്ടുള്ള റൂട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേയിലോട്ടൊന്നും അല്ല നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ FG LAN ENA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ഇവിടെയാണ്. അതായത് ഫോർട്ടിഗേറ്റ് ഫയർവാളിൻ്റെ ലാൻ ഇൻ്റർഫേസ് വഴിയാണ് ഈ റൂട്ടിംഗ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് നമ്മുടെ പ്രൈവറ്റ് സബ്നെറ്റിലുള്ള വെബ് സെർവറിന് പുറത്തെ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ഈ പബ്ലിക് സബ്നെറ്റിലുള്ള ഫോർട്ടിഗേറ്റ് ഫയർവാളിൻ്റെ ലാൻ ഇൻ്റർഫേസ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയൊരു കണക്ഷൻ കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് കൊടുക്കാം, ചെയ്തു വരുമ്പോൾ ഞാൻ കൊടുക്കാം ആഡ് ചെയ്യാതെ. ഇവിടെ നിന്ന് ഈ വെബ് സെർവറിൻ്റെ ലാൻ ഇൻ്റർഫേസിൽ, വെബ് സെർവറിൻ്റെ എന്നുള്ളതല്ല, പ്രൈവറ്റ് സബ്നെറ്റിൽ നിന്ന് വേണം നമുക്കത് കൊടുക്കാനായിട്ട്. കാരണം പ്രൈവറ്റ് സബ്നെറ്റിന് ഉള്ള റൂട്ടിംഗ് ടേബിളിൽ കോമൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഏത് മെഷീൻസ് വന്നാലും അതുപോലെ തന്നെയാണ് എഫക്റ്റീവ്ലി വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെഷീൻസിന് പുറത്തെ വേൾഡുമായിട്ട് ഇൻ്റർനെറ്റുമായിട്ട് ആക്സസ് വരണമെങ്കിൽ അതിന് റൂട്ടിംഗ് വരുന്നത് ഈ പറഞ്ഞ ഫോർട്ടിഗേറ്റ് ഫയർവാളിൻ്റെ ലാൻ ഇൻ്റർഫേസ് വഴിയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ജെം സെർവറിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈവറ്റ് സബ്നെറ്റിലുള്ള വെബ് സെർവറിന് പുറത്തുനിന്ന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു മെഷീൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് അതിലോട്ടൊരു ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ജെം സെർവർ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് സബ്നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പബ്ലിക്കിൽ കണക്ടിവിറ്റി ഉണ്ട്, പബ്ലിക് IP അഡ്രസ്സ് ഉണ്ട്. അതിൻ്റെ റൂട്ടിംഗ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻ്റർനെറ്റ് ഗേറ്റ്വേയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനാണ് IGW എന്ന് പറഞ്ഞിരിക്കുന്നത്, കണ്ടില്ലേ ഈ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ. അപ്പോൾ ഇതിന് നമുക്ക് പുറത്തുനിന്ന് യൂസറിനെ ഡയറക്റ്റ്ലി ഇതിലോട്ട് പിങ് ചെയ്ത് SSH ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. SSHO RDPO ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ്, ലിനക്സ് ഇൻസ്റ്റൻസോ വിൻഡോസ് ഇൻസ്റ്റൻസോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഓക്കെ, എന്തായിരുന്നാലും ഫസ്റ്റ് യൂസറിന് പുറത്തെ വേൾഡിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് ഇവിടെ നിന്ന്
പ്രൈവറ്റ് ഐ പി. ഈ ജെം സെർവറിനും ഒരു പബ്ലിക് ഐ പി ഉണ്ട്. പബ്ലിക് ഐ പി ഉപയോഗിച്ചിട്ടാണ് യൂസർ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുന്നത് ആദ്യം ഇതിലോട്ട്. ഇവിടെ ഒരു പബ്ലിക് ഐ പി, ഇതിന് ബാക്കിൽ ഒരു പ്രൈവറ്റ് ഐ പി ഉണ്ട് ആ ഒരു ഇൻ്റർഫേസിൽ തന്നെ. അതും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഫൈനൽ പിക്ചർ വരുമ്പോൾ നമുക്കതെല്ലാം ആഡ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഈ പബ്ലിക് ഐ പി ഉപയോഗിച്ചിട്ട് പുറത്ത് നിന്നും യൂസർ ജെം സെർവറിലോട്ട് ലോഗിൻ ചെയ്യും. പിന്നീട് ഇതിൻ്റെ പ്രൈവറ്റ് ഐ പി ഉപയോഗിച്ചിട്ട് ഈ പ്രൈവറ്റ് സബ്നെറ്റിലോട്ട് ഇൻറ്റേർണലി കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വെബ് സെർവറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആദ്യം കണക്ടിവിറ്റി വേണം, അതിലോട്ടൊന്ന് ലോഗിൻ ചെയ്യണമെങ്കിൽ ആദ്യം പുറത്ത് നിന്ന് ജെം സെർവറിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൈവറ്റ് സബ്നെറ്റിലുള്ള വെബ് സെർവറിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സാധനം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ജെം സെർവറിൻ്റെ പർപ്പസ്. കൂടുതൽ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ജെം സെർവർ എന്തിന് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. പിന്നീടുള്ളത് നാറ്റ് ഗേറ്റ് വേ ആണ്. അപ്പോൾ ഈ നാറ്റ് ഗേറ്റ് വേ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഇതുപോലെ പ്രൈവറ്റ് സബ്നെറ്റിലുള്ള ഏതെങ്കിലും മെഷീൻസിന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ആവശ്യം വരുവാണെങ്കിൽ നാറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു സർവീസ് പബ്ലിക് സബ്നെറ്റിലാണ് നമ്മൾ സാധാരണ നാറ്റ് ഗേറ്റ് വേ ഡിപ്ലോയ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നാറ്റ് ഗേറ്റ് വേ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് കണക്ഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടും പ്രൈവറ്റ് സബ്നെറ്റിലുള്ള ഏതെങ്കിലും മെഷീൻസിന്. അപ്പോൾ ഇവിടെ നാറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത് ഈ വെബ് സെർവറിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം വരുന്നത്? ഫസ്റ്റ് ടൈം നമ്മളിത് ഡിപ്ലോയ് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് വെബ് സെർവറായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെബ് സെർവർ എന്ന് പറയുമ്പോൾ ബേസിക്കലി അത്യാവശ്യം ഏതെങ്കിലും ഒരു വെബ് സെർവർ ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. ഫോർ എക്സാമ്പിൾ അപ്പാഷെ, ഇപ്പോൾ ലിനക്സ് ആണെങ്കിൽ നമുക്ക് മോസ്റ്റ് കോമൺലി അപ്പാഷെ വെബ് സെർവറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ മെഷീനിന് തൽക്കാലത്തേക്കെങ്കിലും നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഒരു നാറ്റ്സ് ഗേറ്റ് വേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ജെം സെർവർ വഴി നമ്മൾ ഈ ഒരു വെബ് സെർവറിലോട്ട് ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമ്മൾ അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഇതിന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം. അതുകൊണ്ടാണ് നാറ്റ് ഗേറ്റ് വേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിപ്പം ഇവിടെ പ്രൈവറ്റ് സബ്നെറ്റ് ഞാനതെടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം തൽക്കാലം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാറ്റ് ഗേറ്റ് വേ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടൈം ആ ഒരു യൂസ് കഴിഞ്ഞിട്ട് പിന്നീട് ഈ നാറ്റ് ഗേറ്റ് വേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, കാരണം ഇത് അവർലി ചാർജബിളുമാണ് നാറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന സർവീസ്. അപ്പോൾ അതങ്ങ് പിന്നീട് റിമൂവ് ചെയ്ത് കളയും. പിന്നീട് നമുക്ക് പുറത്തുനിന്നുള്ള യൂസേഴ്സിന് ഇതിലോട്ട് കണക്ടിവിറ്റി വേണമെങ്കിൽ എല്ലാം ഈ പറഞ്ഞ ഇതിനൊരു എക്സ്റ്റേണൽ വേൾഡോട് കണക്ടിവിറ്റി എല്ലാം തന്നെ ഈ പറഞ്ഞ ഫയർവാളിൻ്റെ ലാൻ ഇൻ്റർഫേസ് വഴി മാത്രമായിരിക്കും. ഈ കണക്ഷൻ ഇവിടെ നിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് പിന്നീട് ഈ പ്രൈവറ്റ് സബ്നെറ്റും ഈ ലാൻ ഇൻ്റർഫേസുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമ്മുടെ ആർക്കിടെക്ചറിലുള്ള കമ്പോണൻസ്. പിന്നെ ഇത് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്ന് പുറത്ത് ഇൻ്റർനെറ്റിൽ നിന്നുള്ള കണക്ഷൻ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു VPC ക്രിയേറ്റ് ചെയ്യും, പിന്നീട് പബ്ലിക്കും പ്രൈവറ്റും സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് സബ്നെറ്റിനും പ്രൈവറ്റ് സബ്നെറ്റും നമ്മൾ കറസ്പോണ്ടിങ് റൂട്ടിംഗ് ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ FortiGate ഫയർവാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൽ നമ്മൾ പോർട്ട്സ് എല്ലാം കോൺഫിഗർ ചെയ്യും. ഇതിന് പോർട്ട് 0, പോർട്ട് 1 എന്നൊക്കെയാണ് വരുന്നത്. അത് നെറ്റ്വർക്കിൽ FortiGate വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അതിനെപ്പറ്റി. അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടും. അപ്പം ഇതിന് പോർട്ട് 0 ആണ് ആദ്യത്തെ വാൻ ഇൻ്റർഫേസ് വരുന്നത്. പിന്നീട് ഇത് പോർട്ട് 1, പിന്നെ ഇത് പോർട്ട് 2, അങ്ങനെയാണ് അതിൽ കൺവെൻഷൻ വരുന്നത്, നെയിമിംഗ് കൺവെൻഷൻ. അപ്പം അങ്ങനത്തെ പോർട്ട്സ് എല്ലാം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസസ് ആദ്യം കോൺഫിഗർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. അതിന് ശേഷം ഇവിടെ ഇതിൽ റൺ ചെയ്യുന്ന ആ ഒരു വെബ് ആപ്ലിക്കേഷൻ പുറത്തുനിന്ന് എങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു ഇൻ്റർഫേസ് വഴി എക്സ്റ്റേണൽ യൂസേഴ്സിന് ആക്സസ് ചെയ്യാം. അതായത് ഇവിടുത്തെ ഒരു പബ്ലിക് ഐ പി പുറത്തൊരു യൂസറിന് ബ്രൗസറിൽ ആക്സസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റൺ ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ കിട്ടണം. അപ്പോൾ പോർട്ട് ഫോർവേഡിംഗ് റൂൾസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം. പിന്നീട് ഫയർവാൾ പോളിസി, ഇവന് പിന്നീട് പുറത്തോട്ടുള്ള ആക്സസ്, ഇൻ്റർനെറ്റിലുള്ള ആക്സസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഫയർവാളിൽ നമുക്ക് ഫയർവാൾ പോളിസി കോൺഫിഗർ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാം ഡെമോ ചെയ്യുമ്പോൾ. ബേസിക്കലി ഇതാണ് ഈ ഒരു ഹൈ ലെവൽ ആർക്കിടെക്ചർ. ഇനി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കമ്പോണൻസ് വരും. അതനുസരിച്ച് നമുക്ക് ഈ ഒരു പിക്ചർ ലാസ്റ്റ് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനലി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡെമോയിലോട്ട് കിടക്കാം.